സകല ലോകത്തിൻ്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യ നാമത്തിൽ വീണ്ടും എല്ലാ ദൈവമക്കൾക്കും ഹൃദ്യമായ സ്നേഹം അറിയിക്കുന്നു. നമ്മുടെ തുടർമാനമായ ടോക്ക് ഷോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഭൂമിയുടെ ന്യായവിധി എന്ന വിഷയമാണ് എടുക്കാൻ പോകുന്നത്. അതിനകത്ത് ഒരുപാട് വളരെ ലളിതമായൊരു കാര്യമാണ്. പക്ഷേ അത് പഠിപ്പിക്കുമ്പോഴുള്ള കുഴപ്പം, അതിന് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ധാരാളം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ ക്ലിയർ ആയില്ലെന്നിരിക്കട്ടെ, നമുക്കിത് എപ്പോഴും ഒരു മരീചികയാണ്. ഇറ്റ്സ് ഓൾവേസ് എ മിറാഷ്. വി ഡോണ്ട് ഗെറ്റ് any idea of what it is. And is it possible to teach all the background in one day? Absolutely impossible. അതിൻ്റെ പശ്ചാത്തലം മുഴുവൻ ഒരു ദിവസം പറയാൻ പറ്റത്തില്ല. So I have to make a couple of apologies as I start these topics today. ഒരു ചില അപ്പോളജീസ്, ക്ഷമാപണങ്ങൾ ആദ്യം പറയേണ്ടതായിട്ടുണ്ട്. The first thing is, I may sound rather contradictory to all the teachings that are prevalent so far about these particular topics that we are going to study today. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ഇതുവരെ നിലനിന്നിട്ടുള്ള എല്ലാ ടീച്ചിങ്സിനും കോൺട്രഡിക്ടറി ആണ് ഞാൻ പറയുന്ന കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് തോന്നാം. If you think so, I'm sorry. That's why I tender my apology. And the second thing is, you may think, or it sounds very much, that I contradict or rather nullify all the great men and women of God who interpreted the end time events and the book of Revelation so far. ഇതുവരെ വെളിപ്പാട് പുസ്തകവും എൻഡ് ടൈം ഈവൻസും പൊരുൾ തിരിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാ ദൈവദാസീദാസന്മാരും പറഞ്ഞ കാര്യങ്ങളായിട്ട് ഞാൻ കോൺട്രഡിക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ നളിഫൈ ചെയ്യുന്നു എന്നൊരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടാകാം. അത് വളരെ സാധ്യമാണ്. സോ if you feel so, I tender my apology again. I'm sorry about it. I don't mean it. I don't mean to nullify anybody or to contradict with anybody. But that's how it is. Now, I don't want to give you many introductions because I'm already notorious as a person who gives lengthy introductions. സാറൊക്കെ ഇപ്പോഴും എൻ്റെ ക്ലാസ്സിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. കാര്യം ഒരുപാട് ഇൻട്രൊഡക്ഷൻ കേട്ട് സാറേ ഒരു പരിധിയായതാണ്. Now, look, I had to give you a simple analogy before I jump into the topic. Once upon a time in my good old days, I used to go to the Agastya forest in part of a research. ഈ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഞാൻ അഗസ്ത്യ ഫോറസ്റ്റിൽ കുറച്ചാൾ വർക്ക് ചെയ്തിരുന്നു. ഒരു ഈവനിങ്ങിൽ ഫാർ ഇൻ ടു ദ ഡിസ്റ്റൻസ് നോക്കിയപ്പം വി ഹാഡ് എ ഹിൽ ദാറ്റ് ആർ നോ ട്രീസ് ഓൺ ഇറ്റ്. ഫോറസ്റ്റാണ്, ഡെൻസ് ഫോറസ്റ്റാണ്. അപ്പം ഐ സോ എ ഗ്രൂപ്പ് ഓഫ് വൈൽഡ് ബേർഡ്സ്. കുറച്ച് ഈ കൊച്ചു കാട്ടുപന്നികൾ ഇങ്ങനെ കൂട്ടം നിൽക്കുന്നത്, കാട്ടുപന്നികൾ. I had the forest people, the indigenous people supporting me. ഈ കാട്ടുജാതിക്കാരെ ആൾക്കാരെ എൻ്റെ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ. And I told them, look, I see a lot of wild boars there. ഒരുപാട് കാട്ടുപന്നിയെ കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, sir, it's not wild boar. It's actually wild elephant. സാറി കണ്ടത് ഇച്ചിരമുള്ള പന്നിക്കൂട്ടമല്ല, വലിയ കാട്ടാനയാണ്. ഓക്കെ. So how do they know it and I did not know it? The reason, one, they are the people who live in the forest. I am an outsider. So the outsider does not know what is in the forest. Secondly, there is a distance of a few miles between the animal standing and me standing here in the forest where I was. ഞാൻ നിൽക്കുന്നിടവും ഈ മൃഗങ്ങൾ നിൽക്കുന്നതും തമ്മിൽ കുറെ മൈലിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം ഇത്രയും ദൂരം ഞാൻ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഈ വൈൽഡ് ആനിമൽസ്, എലിഫൻസിനെ കണ്ടപ്പം കാട്ടു പന്നിയാന്നേ തോന്നിയുള്ളൂ. എനിക്കങ്ങനെ തോന്നിയത് കൊണ്ട് അത് പന്നിയാകണമെന്നില്ല, അത് ആന തന്നെയാണ്. പക്ഷെ പ്രോബ്ലം എന്താ, എനിക്കങ്ങനെ തോന്നിയതാണ്. എന്താ എനിക്കങ്ങനെ? ബിക്കോസ് ഐ ഡോണ്ട് റിയലൈസ് ദ ഫാക്ട് ദാറ്റ് ഇസ് എ ഡിസ്റ്റൻസ് of a couple of miles between me and where the elephants are. നമ്മുടെ end time prophecy, വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, this is the problem we face.
because 2000 years ago, when the book of Revelation was written, the great men and women of God of the time, because they had the great anointing of the Holy Spirit, they knew how distant these things, these prophecies were from them. അവരിൽ നിന്ന് എത്ര ദൂരെയായിരുന്നു ഇത് എന്നുള്ള കാര്യം അവർക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. And then after the, what do you call is, after the emerging of the Roman Catholic Church, all these things got sort of confused. നമുക്ക് എന്താ പറയാൻ കഴിയും? A sort of dark curtain fell on the surface of understanding or interpreting the Bible. A dark curtain fell on the surface of understanding or interpreting the Bible. വിശുദ്ധ വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നതിൽ മനസ്സിലാകുന്ന ഒരു കറുത്ത തിരശീല നമ്മുടെ മുന്നിൽ അങ്ങ് വീണു. ആർക്കും പിന്നെ ഒന്നും അറിയത്തില്ല. So it went on and on and on for until the 16th century, when the Protestant movement started. When the Protestant movement started, the dark curtain was replaced by a grey curtain. Okay. അപ്പം പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ് വന്നപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് വന്നപ്പോൾ, ആ ഡാർക്ക് കർട്ടൻ മാറി ഒരു ഗ്രേ കർട്ടൻ. അപ്പം ഏതാണ്ടൊക്കെ കാണാം, എന്ത് വന്നു വലിയ പിടിയൊന്നും ഇല്ല. ഫോർ എക്സാമ്പിൾ, പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റിന്റെ അതിന്റെ ഇനീഷ്യേറ്ററായ മാർട്ടിൻ ലൂഥർ അന്നത്തെ മാർപ്പാപ്പയെ വിളിച്ചു ആന്റൈ ക്രൈസ്റ്റ് എന്ന്. നീ അന്തിക്രിസ്തു ആണെന്ന് പറഞ്ഞു, ആന്റൈ ക്രൈസ്റ്റ് ആണെന്ന് പറഞ്ഞു, എതിർ ക്രിസ്തു. For a few days, the Pope remained silent. അത് കഴിഞ്ഞിട്ട് പോപ്പ് പറഞ്ഞു, എടാ ഞാൻ ആകെപ്പാട് നോക്കിയിട്ട് ഈ എതിർ ക്രിസ്തുവിന്റെ ഒരു സ്വഭാവം എനിക്കുള്ളതായിട്ട് കാണുന്നില്ല, പക്ഷെ നിനക്ക് അന്ന് ടൈറ്റിൽ നല്ലപോലെ ചേരുകയും ചെയ്യും. സോ ഐ എം ഗിവിംഗ് ദ ടൈറ്റിൽ ബാക്ക് ടു യു എന്ന് പറഞ്ഞു. സോ ദാറ്റ് വാസ് വെൻ in the 16th century. And then with the dawn of the 20th century, or the end of the 19th century, well, we again had a curtain on the surface of understanding the Bible. അപ്പൊ ഈ തിരശീലയ്ക്ക് അകത്തൂടെ നമ്മൾ കാണുന്നുള്ളൂ, കുറെ കൂടെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാണ് താനും, but not very clearly. It went on and on and on until 1924. Listen to me. 1924 പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, that was year when the Americans conquered the Khilafat movement. Khilafat movement-നെ അടിച്ച് ഇല്ലാതാക്കിക്കൊണ്ട്, അതായത് ഈ ഒടിഞ്ഞുപോയ ഒരു ചെറിയ കൊമ്പിനെ പറ്റി ദാനിയേൽ പറയുന്നുണ്ട്. ആ കൊമ്പ് വീണ്ടും പ്രബലമാകുമെന്നും പറയുന്നുണ്ട്. അതാണ് ഖിലാഫത്ത് മൂവ്മെന്റ്. അപ്പം when that happened, then everybody was in confusion. Immediately the curtain was opened, but everybody was in confusion. 1924 മുതൽ, ശ്രദ്ധിച്ചോണേ, 1924 മുതൽ 2011 വരെ, every predictions or interpretations of the end time prophecy as well as the book of Revelation is erroneous. Lastly erroneous. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയും ഇങ്ങനെയും multiple sources of information, or I should say multiple attestation, that led people to massive confusions. അവ രണ്ടു തരം ആളുകൾ ഡെവലപ്പ് ചെയ്തു. One is people who enter into the book of Revelation and they can never come out of it. ഒരു കൂട്ടം ആളുകൾ വെളിപ്പാട് പുസ്തകത്തിൽ കയറി പിന്നെ തിരിച്ചു ഇറങ്ങാൻ പറ്റത്തില്ല. The second group of people, they never into the book of Revelation. They can't touch. They say, no, that's something we don't want to touch. There's something we don't want to touch. Then you know what happened? In the year 2011, there happened a remarkable incident in the world history. A remarkable incident in the world history. ആ റിമാർക്കബിൾ ഇൻസിഡന്റ് എന്ന് പറയുന്നത്, ഈ ഒടിഞ്ഞു പോയ നടുക്കത്തെ കൊമ്പെന്ന് ഞാൻ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഏതാ? ഖിലാഫത്ത് മൂവ്മെന്റ്. Khilafat movement came back. When the Khilafat movement came back, I took my pen and started writing on the end time prophecy.
അപ്പം അതുവരെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് നമുക്ക് ഒരു സംക്ഷിപ്തമായിട്ട് ഇങ്ങനെ പറയാം. ഒന്ന്, ഈ 10 കൊമ്പും 7 തലയും തലയിൽ ദൂഷണനാമങ്ങളുള്ള മൃഗം. ആ 10 കൊമ്പെന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിലെ 10 രാജ്യങ്ങൾ, അംഗരാജ്യങ്ങൾ. 7 കൊമ്പെന്ന് പറയുന്നത്, 7 തലയെന്ന് പറയുന്നത് റോമാ സാമ്രാജ്യത്തിന്റെ 7 മലകൾ. ഇനിയും തലയിൽ ദൂഷണനാമമുള്ള ഈ വീഞ്ഞും മദ്യം കുടിച്ചിരിക്കുന്ന സ്ത്രീ, മാർപ്പാപ്പ. ഇത് നമ്മുടെ അപ്പച്ചന്മാര് പറഞ്ഞ് അടിച്ച് പഠിപ്പിച്ച് പാവം വിശ്വാസികളുടെ ഹൃദയത്തിൽ ആണിയടിച്ച് പതിച്ചങ്ങ് വെച്ചിരിക്കുക. എന്ന് അന്തിക്രിസ്തു എന്ന് പറയുന്നത്. അന്തിക്രിസ്തു അത് പാപ്പ. എവിടുന്നാ വരുന്നത്? റോമിൽ നിന്നാണ് വരുന്നത്. അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? യൂറോപ്യൻ യൂണിയനിലെ 10 അംഗരാജ്യങ്ങൾ. എന്തുകൊണ്ടെന്നറിയാമോ? മുൻപേ ഗമിച്ചിടും ഒരു ഗോവ് തന്റെ പിൻപേ ഗമിക്കും ബഹു ഗോക്കളെല്ലാം. മുമ്പ് ഒരാളൊരു കാര്യം പറഞ്ഞു, അത് പുറകെ കേട്ട് പറയാണ്. Now you must understand one thing, how close we are to the fulfilling of the end time prophecies as well as the prophecies written in the book of Revelation. വെളിപ്പാട് പുസ്തകത്തിലും അതുപോലെ പറഞ്ഞിരിക്കുന്നു, അതുപോലെ ബൈബിൾ ടോട്ടൽ പറഞ്ഞിരിക്കുന്ന എൻഡ് ടൈം പ്രോഫസീസ് ഫുൾഫിൽമെന്റിലേക്ക് നമ്മൾ ഹൗ ക്ലോസ് വി ആർ. The simple answer is 2000 years closer we are now than the people who lived in the past. ഇതിനു മുമ്പ് ജീവിച്ചിരുന്ന ദൈവമക്കളേക്കാൾ 2000 years closer we are. മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ദൂരെ നിന്നപ്പം കണ്ടത് ഈ പന്നിക്കൂട്ടത്തെയാ, പക്ഷെ അടുത്ത് ചെന്നിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. ഇന്നിപ്പോ നമ്മൾ we are so closer. So what have we got to do? Number one, with all respect to the people of the past or the scholars of the past, we have to refute all the teachings and the predictions and the writings and the interpretations they made about the end time prophecies, focusing it on the Roman Empire or the See of Rome or the city of Rome or even the Roman Catholic Church. റോമൻ കാത്തലിക് ചർച്ചിനെയും റോമാ നഗരത്തെയും പോപ്പിനെയും ബേസ് ചെയ്ത് ഇതുവരെ പഠിപ്പിച്ച എല്ലാ പഠനങ്ങളും അങ്ങനെ പഠിപ്പിച്ച ആളുകളോടുള്ള തികഞ്ഞ ബഹുമാനത്തോട് തന്നെ, കാര്യം അവർക്ക് അത്ര മനസ്സിലാക്കാൻ പറ്റത്തുള്ളായിരുന്നു. നമ്മൾ അതിനെ റെഫ്യൂട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ അവരോടുള്ള ഡിസ്റെസ്പെക്റ്റ് അല്ല. They did their best, പക്ഷെ അവർക്ക് അത്രമേ വെളിപ്പെടത്തുള്ളായിരുന്നു. അതിനെ നമ്മൾ പ്രോഗ്രസീവ് റെവലേഷൻ എന്ന് ബൈബിൾ പറയുന്നു. പ്രോഗ്രസീവ് റെവലേഷൻ മീൻസ് ഒരു കാലഘട്ടത്തിന് ഇത് വെളിപ്പെടത്തില്ല, അടുത്ത കാലഘട്ടത്തിനേ വെളിപ്പെടത്തുള്ളൂ. എൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ കൺസെപ്റ്റ് അന്നില്ല, അല്ലേ? ഇന്നോ ജനിച്ചു വരുന്ന പിള്ളേർ മൊബൈൽ ഫോണും കൊണ്ട് ഇങ്ങോട്ട് വരുന്നതാണ് ഏകോലുകാരുടെ പരസ്യത്തിൽ പറയുന്നത്. ഒരു കുഞ്ഞിനെ ഒരു തള്ള പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ അടുത്താണ് ഒരു മൊബൈൽ ഫോൺ ഇരിക്കുന്നത്. പക്ഷെ എന്തോ ചെയ്യാമെന്ന് പറ. Okay, so that's one thing you should understand. അപ്പോൾ നമ്മൾ ആദ്യം, so we have to unlearn what you have learned and then we have to learn what is the right thing. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അൺലേൺ ചെയ്യേണ്ടി വരുന്നു. അവിടെ നമ്മളിപ്പോൾ തുടങ്ങാൻ പോവാണ്. എൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ മഹദിയാം ബാബിലോൺ എന്ന വിഷയമായിരുന്നു എടുത്തിരുന്നത്. മഹദിയാം ബാബിലോണിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ എന്നോട് ആൾക്കാർ ചോദിച്ചു, ഓക്കെ, ഈ 10 കൊമ്പ് 10 രാജ്യങ്ങൾ, ഈ 10 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഒരൊറ്റ രാജ്യം അതിനകത്തില്ല. എന്തുകൊണ്ടില്ല? ബൈബിൾ അങ്ങനെ പറഞ്ഞില്ല. പിന്നെ ഏതാ 10 രാജ്യം? ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ആ 10 രാജ്യങ്ങളുടെ പേര് ഞാൻ പറഞ്ഞു, ബൈബിളിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ പിന്നെ അതിൻ്റെ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ ഒരുപാട് അങ്ങ് ടൈം എടുത്തായിരുന്നു. അപ്പം എനിക്ക് ഫിസിക്കലി ഒത്തിരി ഹെൽത്തുമില്ലല്ലോ ഒരു നേരം ഇരിക്കാനായിട്ട്. ബാലകൃഷ്ണ സാറൊക്കെയാണെങ്കിൽ നല്ല 2 കട്ടൻ കാപ്പി അടിച്ച് എനിക്കതിന് ചക്കര കാപ്പി ഒക്കെ അടിച്ചിരിക്കാൻ തരാം. എനിക്ക് ചക്കര കാപ്പി ഒന്നും കുടിക്കാനും പറ്റത്തില്ല. ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ട് ആ 10 രാജ്യങ്ങൾ എവിടെയാണിപ്പം? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. എവിടെയാണിതിപ്പം? ഇത് എവിടെയാണിപ്പോൾ എന്ന് ആദ്യം നിങ്ങൾ കാണിച്ചു തന്നിട്ട് ഞാൻ നമ്മുടെ ഇന്നത്തെ ടോക്കിലേക്ക് വരാൻ പോവുകയാണ്.
Otherwise, I don't feel I show justice to you. Okay. So, for that, we have to come back first. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ആ 10 രാജ്യങ്ങൾ എവിടെയൊക്കെയാണെന്ന് കാണിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിരുന്ന സീൻ. ഇതാണ് ഞാൻ ടെക്കറൈസ് എന്ന് പറയുന്നുണ്ടോ. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് കയറി വരുന്നു. 7 തലയുണ്ട്, 10 കൊമ്പുണ്ട്. 7 തല 7 സാമ്രാജ്യങ്ങളാകുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത്. 7 സാമ്രാജ്യത്തെ ഞാൻ പറഞ്ഞു. 10 കൊമ്പ് 10 രാജ്യങ്ങളാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിച്ച ഈ ഒരു ഇമേജാണ്. ഇതിനകത്ത് ആ 10 രാജ്യങ്ങളുടെ പേര് എഴുതി കാണിച്ചു. അതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഈ കാണിച്ച ഈ ഭാഗത്താണ്. ആ ലൊക്കേഷൻ ഞാൻ കാണിച്ചു. ഇനി ഓരോന്നോരോന്ന് കാണിക്കാൻ പോവാ. എന്തിനാ ഓരോന്നോരോന്ന് കാണിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളല്ല പിന്നെ പറയരുത് പാസ്റ്റ് ഒന്നും കാണിച്ചില്ലെന്ന്. നോക്കി, ഒന്നാമത്തേത് ഏദോം. ഏദോം ഇവിടെ നിങ്ങൾ നോക്കിയേ. ഞാൻ ഈ കാണിക്കുന്ന ഇമേജിൽ നിങ്ങൾക്ക് ഏറ്റവും താഴെ നമ്മൾ ആദ്യം കാണിക്കേണ്ടത് ഇസ്രയേൽ. ഇത് ഇങ്ങനൊരു ഇമേജ് കണ്ടു കഴിഞ്ഞാൽ ഇസ്രയേൽ ദേശം അതിനകത്ത് കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ളതാണ്. whether you are able to find out where Israel is. Okay. Oh yes, thank you very much, my dear Sumit, for giving me the support. Okay, and as Sumit showed me the right image. അതാണ് ഇസ്രയേൽ എന്ന് ഞാൻ ചുമന്നതിനകത്ത് കിടക്കുന്നതാണ്. അവിടുന്ന് അതിനോട് ക്ലോസ് ആയിട്ട് കിടക്കുന്ന രാജ്യമാണ് ഏദോം. ഓക്കെ, നൗ യു നോ വേർ ഇറ്റ് ഈസ്. അത് ട്രാൻസ് ജോർഡാൻ ആണ്. ജോർദാന്റെ മറുകരയാണ്. Sumit, can you please give them the river Jordan? I think I know which the river Jordan is. Oh, exactly, yes. Okay. ആ റിവർ ജോർഡന്റെ അതർ സൈഡിലേക്ക്, ആ റിവർ ജോർഡൻ ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും തെക്കോട്ട് വരുന്നതാണ് കിങ്ഡം ഓഫ് ഏദോം എന്ന് പറയുന്നത്. ഓക്കെ, okay, that's the first thing. And now we are going to the second one. ഇസ്മയേലൈറ്റ്. വീണ്ടും നിങ്ങൾ ഇസ്രായേലിനെ ശ്രദ്ധിക്കണം. ഞാൻ ഒരു ലൈൻ കൊടുത്തിരിക്കുന്നത് കണ്ടോ? See the line that I have given. Okay, people who live in that large area are now the descendants of Ismail. ഇസ്മയേലിന്റെ descendants ആണ് a large area. Sumit, did you get an idea? Between shore and, okay, yes, that's correct. A large area താമസിക്കുന്ന ആളുകളാണ് ഇസ്മയേലൈറ്റ്സ്. They are the descendants of Ismail. And now മോവാബ് വരിക. Look, Sumit is going to see where Moab is. Okay, you can see just above the kingdom of Edom. അവിടെ കിടക്കുന്ന ആളാണ് മോവാബ്. അവർ ട്രാൻസ് ജോർഡനൈറ്റ്സ് ആണ്. അവർ ജോർദാന്റെ നദിയുടെ മറ്റേ കരയിൽ. ട്രാൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഈസ്റ്റേൺ എന്ന് ഓർത്തോണേ. ട്രാൻസ് ജോർദാൻ എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ സൈഡ് ഓഫ് ദ ജോർഡൻ എന്ന് ഓർത്തോണം. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് ഹഗറൈറ്റ്സ്. ലുക്ക് അറ്റ് the large area of Hagarites. Okay, I think you are able. Sumit, have you seen the picture of Hagarites coming? Okay. Yes, exactly. That's where the tribe called Hagarites are now living. In him. The next is Gebal. Look where is അത് ഫിനീഷ്യയാണ്. ഏൻഷ്യൻ ഫിനീഷ്യയിലെ ഏൻഷ്യൻ ഫിനീഷ്യയുടെ പിൻഗാമികളാണ് ഗബാൽ. നോക്കി, ഇസ്രയേലിൽ അങ്ങ് വീട് കിടക്കുന്നുണ്ടോ? Sumit, please show Gebal once again. Yes, that is Gebal. And the next is Ammon. Let us see where Ammon is. No, Ammon, not Amman. Ammon is. Okay. Yeah. Yes. I find it a little difficult to. Yes. That's the whole area being inhabited, mingled with other people. And the next is Amalekites. A massive population ആണ്. ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടരാണ് അമലക്കൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, now not far from Beersheba. Yes,
The next is Philistines. Philistines പറഞ്ഞാൽ, well, the original Philistines are no more, but the descendants ഒരുപാട് പേരുകളിൽ ഇപ്പൊ നമ്മൾ ഈ കാണിച്ച ഈ റേജിയം മുഴുവൻ കിടക്കുകയാണ്, ഫിലിസ്റ്റിയൻസ്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ടയർ. ടയർ എവിടെയാണ്? അപ്പ് ഇൻ ദ നോർത്ത്. അപ്പ് ഇൻ ദ നോർത്ത്. ഇസ്രായേലിന്റെ ഏറ്റവും മേലാണ് ടയർ. നമ്മൾ അതിനെ സോർ എന്ന് പറയും. സോ സ്റ്റിൽ നൗ ഇറ്റ്സ് നെയിം ഈസ് ടയർ. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് അഷൂർ. Ashur was the largest nation. Well, the kingdom was destroyed, but the descendants of Ashur now live spreading all over the region. Okay, the next is finished, isn't it? Finished, fantastic. That's what is called the 10 nations. ഈ 10 nations-ൽ ഒരെണ്ണം പോലും യൂറോപ്യൻ യൂണിയനിൽ ഉള്ളത് അല്ല. യൂറോപ്പുമല്ല, യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങളുമല്ല. ഇവർക്ക് ആർക്കും യൂറോപ്പായിട്ട് ബന്ധമില്ല. ഇവരാണ് ഈ 10 nations എന്ന് ഞാൻ ഏത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? യു ക്യാൻ സർട്ടൻലി ക്വസ്റ്റ്യൻ മൈ സ്റ്റാൻസ് ഓൺ ഇറ്റ്. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, യഹൂദനോട് എതിർക്കണമെങ്കിൽ അവർക്കൊരു മോട്ടീവ് ഉണ്ടായിരിക്കണം. There is a motive that leads people to turn against the Jew. എന്താണ് യഹൂദനോട് എതിർക്കാനുള്ള മോട്ടീവ്? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് enmity in the world. ഞാൻ പറഞ്ഞതാണ്. എന്നറിയാമോ? വരുവീൻ, ഇസ്രയേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയുക. വരുവീൻ, ഇസ്രയേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയുക എന്ന് ഈ 10 കൂട്ടർ പറയുന്നുവെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നു? 83-ാം സങ്കീർത്തനത്തിലെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു. Psalms 82 verses number 2 says, എന്താ? Come on, let us annihilate Israel so that they will not be a nation again. ഇനി ഇസ്രായേൽ ഒരു ജാതിയായി ലോകത്ത് കാണരുത്, നാം അവരെ മുടിച്ചു കളയുക. ഇതായിരിക്കും, this will be the last war crime we are going to hear on the planet Earth. ഈ പ്ലാനറ്റ് എർത്തിലെ അവസാനത്തെ വാർ ക്രൈം, ദ ലാസ്റ്റ് വാർ ക്രൈം എന്ന് പറയുന്നത്, വരുവീൻ, ഇസ്രയേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയുക എന്നാണ് കരാൻ പോകുന്നറിയാമോ? ഡ്യൂറിങ് ദ സെക്കൻഡ് ഹാഫ് ഓർ ദ സ്റ്റാർട്ടിങ് ഓഫ് ദി ഗ്രേറ്റ് ട്രിബുലേഷൻ. ഈ ഗ്രേറ്റ് ട്രിബുലേഷന്റെ സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ, മഹോപദ്രവകാലത്തിന്റെ 2-ാം ഭാഗം തുടങ്ങുമ്പം, there will be a large cry out. ഈ 10 പേരും കൂടെ കൂടിയിട്ട് they have given full support to the Antichrist, and they say, come on, get together. From now onwards, we don't want Israel till we want this earth as a nation. ഇസ്രയേൽ എന്ന പേരെഴുതാൻ ഈ ഭൂമിയുടെ പുറത്ത് ഇനി ഒരുപടി മണ്ണ് കാണരുതെന്ന് പറഞ്ഞ് ഈ 10 പേരുടെ വാർ ക്രൈം. That is the last war crime. That will be the last war call of war on the earth. ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്ന അവസാനത്തെ വാർ ക്രൈ ആണ് വരുവീൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ നാം അവരെ മുടിച്ചു കളയുന്നുള്ളൂ. Now, when the Bible says so, as a humble servant of God, I have every reason to believe it. I have no reason to dispute what the Bible says. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന കാര്യം അങ്ങനെ അല്ലെന്ന് പറയാൻ എനിക്ക് യാതൊരു റീസണും ഇല്ല. ആൻഡ് സെക്കൻഡ്ലി, ബൈബിള് പറയുന്നില്ല യഹൂദനെതിരായി 10 രാജ്യങ്ങൾ ഒരുമിച്ച് വരുന്നത് അത് യൂറോപ്യൻ യൂണിയനിലെ 10 അംഗരാജ്യങ്ങളാണെന്ന് ബൈബിൾ ഒരിടത്തും പറയുന്നില്ല. When the Bible does not say something or doesn't specify something, I have no right whatsoever to say something that the Holy Bible does not rectify. വിശുദ്ധ വേദപുസ്തകം ശരിയെന്ന് പറയാത്ത ഒരു കാര്യവും ആൾക്കാരെ വിളിച്ചുകൂട്ടി പറയാൻ എനിക്ക് റൈറ്റ് ഇല്ല. Okay, so I have proved it indisputably from the Holy Bible, which are the 10 nations that are going to gather as a coalition to give support to the Antichrist
so as to destroy or annihilate the nation Israel from the surface of the earth. ഭൂമിയുടെ സർഫസിൽ നിന്ന് യഹൂദിനെ നശിപ്പിച്ചു കളയത്തക്കവണ്ണം. എതിർ ക്രിസ്തുവിനോട് ചേരുന്ന 10 രാജ്യങ്ങൾ ഇതൊക്കെയാണെന്ന് ബൈബിൾ അസന്നിഗ്ധമായിട്ട് പറയുകയും ഈ 10 രാജ്യങ്ങൾ പലപ്പോഴും ഈ വാർ ക്രൈ ഹിസ്റ്ററിയിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. And when was the last time they made this war cry? ഈ 10 രാജ്യങ്ങൾ ഒരുമിച്ച് ഈ വാർ ക്രൈ ലോകത്തിൽ നടത്തിയ ലാസ്റ്റ് ടൈം എപ്പോഴായിരുന്നു? I don't think you remember me. You remember. That was in the year 2006 during the Hezbollah war. ഇസ്രയേലും ഹെസ്ബുള്ളയും തമ്മിൽ നടന്ന 2006 വാറിലാണ് this company got united and they said, come on, let us annihilate Israel from the surface of the world so that they will not be a nation anymore. ഇനി ഇസ്രയേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയുക. And my last bone of contention is, വരുവീൻ, ഇസ്രയേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയെന്ന് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ 2 രാജ്യങ്ങൾ ഒരുമിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈവൻ 2 nations ഒരുമിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇസ്രയേൽ ഒരു ജാതിയായിരിക്കാവുന്ന നാം അവരെ മുടിച്ചു കളയുന്നത്. അപ്പോ എന്തെങ്കിലും ചരിത്രബോധമോ എന്തെങ്കിലും ഭൂമിശാസ്ത്ര ബോധമോ എന്തെങ്കിലും തിരുവഴുത്തിനെ പറ്റിയുള്ള ബോധമോ അല്ലെങ്കിൽ പ്രവചന നിവർത്തീകരണത്തിലുള്ള ബോധമോ ഉള്ള ഒരാൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളുടെ 10 അംഗരാജ്യങ്ങൾ വരുമെന്നും മാർപ്പാപ്പ താരി കൊടുത്ത് കള്ളുങ്ങപ്പി കുടിച്ചുകൊണ്ട് വരുമെന്നും ഒന്നും പറയാൻ പറ്റത്തില്ല. Okay, with that, now I'm coming forward. What am I going to tell you now? The judgment of the earth. ഭൂമിയുടെ ന്യായവിധി എന്നുള്ളതാണ്. That is something in the book of Revelation. Where do we read that in the book of Revelation? That's another question. Where do we read that in the book of Revelation? Book of Revelation, chapter 6 verses 1 മുതൽ chapter 19 verses 21 വരെ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 19-ാം അധ്യായത്തിന്റെ 21 വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഭൂമിയുടെ ന്യായവിധി എന്നുള്ളതാണ്. The judgment of the earth എന്നുള്ളതാണ്. Now, there are a couple of things connected with that also. ഈ പ്രൊഫസിയുടെ പ്രത്യേകത, I believe you remember what I told you already about. ഇത്തരം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആണ്. The time is fixed, the place is fixed, the manner in which it is to be executed is fixed, and the persons or agents through which it is to be executed is also fixed. And finally, it is told not only in the book of Revelation, but in all the other 65 books. ഈ ഭൂമിയുടെ ന്യായവിധി എന്ന് പറയുന്ന കാര്യം, ഒന്ന് അതിൻ്റെ ടൈം ഫിക്സ്ഡ് ആണ്, പ്ലേസ് ഫിക്സ്ഡ് ആണ്, ദ മാനർ ഏത് രീതിയിൽ നടക്കണം അത് ഫിക്സ്ഡ് ആണ്, ഏത് ഏജൻസി വഴിയാണ്, ആരാണ് ചെയ്യേണ്ടത്, ആരെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്നത് അത് ഫിക്സ്ഡ് ആണ്. ആൻഡ് ലാസ്റ്റിംഗ്, അത് വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, വേറെ 65 പുസ്തകങ്ങളിലും അത് പറഞ്ഞിട്ടുണ്ട്. So what does it mean? It means 2 things. Number 1, you cannot study the book of Revelation as an isolated book. ബാക്കി 65 പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു പുസ്തകമാണ്, ഐസൊലേറ്റഡ് ആണ്, ഒറ്റപ്പെട്ടൊരു പുസ്തകമാണ് എന്ന അർത്ഥത്തിൽ നിങ്ങൾക്ക് വെളിപ്പാട് പുസ്തകം പഠിക്കാൻ കഴിയത്തില്ല. You don't have the permission to do that. That's the first thing. And the second thing is you always have to substantiate the book of Revelation which is already told in the other 65 books. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യവും അതിന് മുമ്പുള്ള 65 പുസ്തകങ്ങളിൽ ഓരോ പുസ്തകങ്ങളിലും ഈ കാര്യം എവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കി അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാതെ
വെളിപ്പാട് പുസ്തകത്തിൽ തൊടാൻ നമുക്ക് അനുവാദമില്ല. Now comes the problem. You know what's the problem? I have to connect you with the book of Revelation first. Sorry, the book of Revelation with the other 65 books first. Then only we can enter into this book. അതിപ്പോൾ നമുക്കിപ്പോൾ നടക്കാൻ പോകുന്നില്ല. അപ്പം ഞാനിപ്പം എനിക്ക് കഴിയുന്നിടത്തോളം പെട്ടെന്ന് as precisely and as quickly as possible, I try to connect it. I try to bring a connection. And then we will be moving forward. Now the question is, the judgment of the earth. ഒന്നാമത്തെ ചോദ്യം, ഭൂമിയെ എന്തിന് ന്യായം വിധിക്കണം? എന്നാൽ അതിന് ഭൂമി എന്തോ ചെയ്തു, ഇല്ലയോ? അതിന് ഭൂമി എന്തോ ചെയ്തു. ശരിയല്ലോ അനീഷ് ബാലകൃഷ്ണൻ സാറ് തന്നെ ചിലപ്പം നമ്മുടെ മാഗിയെ പിടിച്ച് 2 വഴക്കുറും മാഗി വയ്ക്കും, ഡാഡി വാട്ട് ഡിഡ് ഐ ഡു that you should shout at me? What did I do that I should shout? You should shout at me, അല്ലേ? ഡാഡി എന്തെന്നെ വഴക്ക് പറഞ്ഞ ഞാൻ എന്ത് ചെയ്തു എന്ന് പറയത്തില്ലേ? ഇതുപോലെ ഭൂമിയെ ന്യായം വിധിക്കും. അതിന് ഭൂമി എന്തോ ചെയ്തു? യെശയ്യാപ്രവചനത്തിൽ ഭൂമി പൊടുപെട് പൊട്ടുന്നു, ഭൂമി കിറുകിറ കീറുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, ഭൂമി കാവൽ മാടം പോലെ ആടുന്നു, അത് വീഴും, നിലനിൽക്കുകയില്ല. വാട്ട് ഈസ് ദ റീസൺ? റീസൺ ഈസ് സിമ്പിൾ. അതിന്റെ അകൃത്യ ഭാരം വലുത്. The iniquity that the earth has witnessed, the iniquity that the earth has witnessed is so much that one day it has to pay the price for it. ഭൂമി അകൃത്യ ഭാരം വഹിക്കുന്നു, അതുകൊണ്ട് ഭൂമി ന്യായം വിധിക്കപ്പെടണം. And the next thing is, why the earth? So I told you reason number why the earth is to be judged. And reason number 2, the earth is a product of, or a child of the Creator, the Heavenly Father, our God. ഭൂമി ദൈവ സൃഷ്ടിയാണ്. ആരാണ് ഈ ദൈവം? നീതിയുള്ള ന്യായാധിപതി. നീതിയുള്ള ന്യായാധിപതി അകൃത്യങ്ങളെയും പാപങ്ങളെയും കണ്ടിട്ട് കണ്ണടച്ച് വെറുതെ ഇരുന്ന് ശിക്ഷിക്കാതെ ഇരുന്നാൽ, then he is not a judge. He is not a judge. ദൈവം നീതിയുള്ള ന്യായാധിപതി ആയതുകൊണ്ട് ദൈവം എല്ലാ അകൃത്യത്തെയും ശിക്ഷിച്ചേ പറ്റത്തുള്ളൂ. So that is the second reason there is a judgment of the earth. And now we are coming to, I told you where in the Bible is it written about. Now the question, when is it going to take place? When is it going to take place? When is it going to take place? We have to see the 2 previous chapters and then the chapters to follow. 6-ാം അധ്യായത്തിന്റെ മുമ്പുള്ള 2 അധ്യായങ്ങൾ നമ്മൾ കാണണം. അതിനുശേഷമുള്ള അധ്യായങ്ങൾ കാണണം. So what happens in the other 2 previous chapters? One is chapter number 4 and the other is chapter number 5. The random you can read at your leisure time, because I don't have any time to read it at large now. Had I had time or my reader was with me, we could do it. എനിക്ക് വായിച്ച് സഹായിച്ചിരുന്ന കുഞ്ഞിൻ്റെ ഓടില്ല, അവിടുന്ന് ഭയങ്കര പണിയാണ്. അപ്പോൾ എനിക്ക് പണിയായി. Okay. So there is nobody to read for us. Great. So let's come back. 4-ാം അധ്യായത്തിൽ ഇവിടേക്ക് കയറി വരുവീനെന്ന് കാഹളനാദം പോലെ എന്നോട് സംസാരിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. യോഹന്നാൻ. അപ്പം സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിൻ്റെ സിംബലാണത്. എന്തുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന സിംബലാണതെന്ന്? കാര്യം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നു, You come on, I will signify to you the things that are going to happen in the end. മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല. പക്ഷെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ഒറിജിനൽ ഹീബ്രുവിൽ, വെളിപ്പാട് പുസ്തകത്തിന്റെ ഒറിജിനൽ ഹീബ്രുവിൽ പോകുമ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനല്ല. അതിൻ്റെ അർത്ഥം, ഐ എം ഗോയിങ് ടു ഗിവ് യു എ ലിസ്റ്റ്
of signs, a list of signs and symbols from which you have to decipher what is going to happen in the end time എന്നാണ്. ഇനിയും അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ചില ചിത്രങ്ങൾ ഞാൻ നിനക്ക് കാണിച്ചു തരാം. ആ ചിത്രങ്ങളിൽ നിന്ന് ഇവിടെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് നീ മനസ്സിലാക്കിക്കോണം. സോ ഐ എം ഗോയിങ് ടു സിഗ്നിഫൈ എന്ന് ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ സിഗ്നിഫിക്കൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. അങ്ങനല്ല. ഐ എം ഗോയിങ് ടു ഗിവ് യു എ സീരീസ് ഓഫ് പിക്ചേഴ്സ്, a series of signs and a series of some symbols, deciphering which you must be able to understand what is going to happen in the end time. ഞാൻ നിനക്ക് കുറേ സിമ്പിൾസ് കാണിച്ചു തരാം, കുറെ പിക്ചേഴ്സ് കാണിച്ചു തരാം, കുറെ ഇമേജസ് കാണിച്ചു തരാം. ഇതെല്ലാം കാണുമ്പോൾ നീ എന്തോ മനസ്സിലാക്കണം, എൻഡ് ടൈമിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണിച്ചു തരാം. So the first Jochanan sees is a sound is calling him like that of a trumpet call. കാഹളനാദം പോലെ ശബ്ദം തന്നെ വിളിക്കുന്നു. And then he sees that in a moment he is transported from this world to the world that is to come. ഈ ഭൂമിയിൽ നിന്ന് വരാനിരിക്കുന്ന മറ്റൊരു ലോകത്തിലേക്ക് താൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതായിട്ട് താൻ കാണുകയാണ്. Sign താൻ കാണുകയാണ്. Okay, so there what does he see? He sees God the Father on the throne, and then he sees the throne of God first, God the Father on the throne, and then he sees 24 thrones around it, and then he sees 4 massive beasts on 4 corners, and then he sees the Lamb of God as if slaughtered, and then he sees the 7 light, the lamps of God burning the 7 branched Holy Spirit. അപ്പോൾ 3 പ്രധാന വ്യക്തികൾ 3 ഫോംസിൽ അവിടെ കാണപ്പെടുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി പിതാവായ ദൈവം ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു. രണ്ടാമത്തെ വ്യക്തിയും സിംബോളിക്കായിട്ട് കാണിക്കുന്നത് ആര്? അറുക്കപ്പെട്ട കുഞ്ഞാട്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സിംഹാസനത്തിന് മുൻപിൽ. ഇനിയും ഇൻ ഫ്രണ്ട് ഓഫ് ഹിം അവിടെ ദൈവത്തിന്റെ 7 ആത്മാക്കൾ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നു. അത് 7 ഫോൾഡ് ഹോളി സ്പിരിറ്റ്. അപ്പൊ നോക്കി, ഇവരെ 3 പേരുടെയും അവരുടെ ഫങ്ഷൻസിലാണ് കാണുന്നത്. ഫങ്ഷണൽ അപ്പിയറൻസ് ആണ്. എന്താണ് ഫങ്ഷണൽ അപ്പിയറൻസ്? ഗോഡ് ദ ഫാദർ ഹൈ and exalted, sitting on the highly exalted throne. And what does it mean? Reigns over everything. Reigns. ആ സിംഹാസനം കാണിക്കുന്നത് സകലത്തിന്മേലും താൻ വാഴുന്നു എന്നുള്ളതാണ്. ഇനിയും രണ്ടാമത്തെ ആള് what does he do എന്നുള്ള സിമ്പൽ കാണിക്കുക. എങ്ങനെ? he is the slaughtered lamb of God. that means with his blood. അവർ പറയാണ്, കുഞ്ഞാടെ അങ്ങ് അറുക്കപ്പെട്ടു, അങ്ങയുടെ രക്തം കൊണ്ട് ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ജാതികളിലുള്ള ഞങ്ങളെ അങ്ങ് വിലയ്ക്ക് വാങ്ങി അങ്ങയുടെ ദൈവത്തിന് ഞങ്ങളെ രാജ്യവും പുരോഹിതന്മാരുമാക്കി. സോ ദാറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ദി slaughtered lamb. വാട്ട് ഈസ് എ slaughtered lamb ഡൂയിങ്? ഞാനിപ്പോൾ ഇവിടുന്ന് ക്ലാസ് എടുക്കുകയും നിങ്ങളിങ്ങനെ ഉറങ്ങി ഇരിക്കുകയും ചെയ്യുമ്പോഴും അങ്ങനെയല്ലേ പാലസാറേ? അല്ലാതെ പിന്നെ അല്ലേ, ഞാൻ ക്ലാസ് എടുക്കുകയും നമ്മുടെ ജോഷുവ ജോർജിന്റെ ചിരി കണ്ടു, പുള്ളിക്കറിയാം സാറിന്റെ ക്ലാസ് ഉണ്ടല്ലോ, നമ്മൾ പലപ്പോഴും സമാധാനമായിട്ടൊന്നും ഉറങ്ങുന്നുണ്ട്. അപ്പം ഞാനിവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയും നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചെയ്യുമ്പോഴും in some part of the world, somewhere in the world, the blood of the slaughtered lamb is still saving people. നമ്മുടെ ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും അറുക്കപ്പെട്ട കുഞ്ഞാട് തന്റെ രക്തത്തിന്റെ ശക്തി കൊണ്ട് ലോകത്തിന്റെ അനേക ഭാഗങ്ങളിൽ അനേകരെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് സിംബോളിക് ഫങ്ഷൻ. ആൻഡ് ദെൻ ദൈവത്തിന്റെ 7 ആത്മാക്കൾ ജ്വലിച്ചുകൊണ്ട് നിൽക്കുക. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ബേണിംഗ് ബേണിംഗ് ബേണിംഗ്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ 50 ഫങ്ഷൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റിനെ പറ്റി ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിന്റെ നോട്ട്സ് വേണമെന്നൊരു ചോദിച്ച് അയച്ചു തരാമെന്നൊക്കെ ഇപ്പോഴും ചിലർക്ക് ചോദിക്കുന്നുണ്ട്, ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. സ്തോത്രം.
Okay, now let's come back. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അവിടെ നിൽക്കുക. Okay, that's what we see in chapter 4. Now when we come to chapter 5, there's a different scenery. There is a different scenery. What is the different scenery? The scenery is Jochanan sees a sealed scroll. Jochanan sees a sealed scroll. മുദ്ര വെച്ച ഒരു സ്ക്രോള് കണ്ടു, ചുരുള് കണ്ടു. അകത്തും പുറത്തും എഴുത്തുണ്ട്. 7 മുദ്രയാൽ മുദ്ര വെച്ചിരിക്കുന്നു. ഒരു സ്ക്രോൾ ഉണ്ട്. Now, this scroll is to be unsealed and the content is to be revealed. This scroll is to be unsealed and the content is to be revealed. ഈ സ്ക്രോള് തുറക്കണം, 7 മുദ്രയും പൊട്ടിക്കണം. 7 മുദ്ര പൊട്ടിക്കുക മാത്രമല്ല, ഇതിന്റെ കണ്ടന്റ് എന്താണെന്ന് റിവീൽ ചെയ്യണം. Now there is a question. What is the scroll? What is the scroll? How can we understand what the scroll is? That is the next question. How can we understand what the scroll is? The next question. അവിടെ വരുമ്പം the first thing that should cross our mind is the Holy Bible is a little Jewish textbook. വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് ഒരു ജൂവിഷ് ടെക്സ്റ്റ് ബുക്കാണ്. Of all the 40 people who wrote it, only one writer was non-Jew by birth. His name was Dr. Luke, but he had also become a proselyte because he had received the Judaic, the Hebrew religion, the Judaic religion. അപ്പോൾ 40 പേര് യഹൂദന്മാരാണ്. അവർക്ക് വേണ്ടി എഴുതിയ ഒരു ജൂവിഷ് ടെക്സ്റ്റ് ബുക്കാണ്. അപ്പൊ ഇതിന്റെ ഒരു നല്ല പാർട്ടും ജൂവിഷ് ലാംഗ്വേജ്, ജൂവിഷ് കസ്റ്റംസ്, ജൂവിഷ് കൺവെൻഷൻസ്, ജൂവിഷ് ബിലീവ്സ്, ജൂവിഷ് പ്രാക്ടീസസ്, ജൂവിഷ് വേ ഓഫ് ലൈഫ്, ജൂവിഷ് കൺവെൻഷൻസ്. ഇത് മുഴുവൻ ഏതാണെന്നുള്ളത് യഹൂദന്മാരുടെ ജീവിത രീതി, അവരുടെ മര്യാദകൾ, അവരുടെ സംസ്കാരവും അവരുടെ പരിഷ്കാരവും അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ പ്രമാണങ്ങളും ആചാരങ്ങളും അവരുടെ സംഗതികളൊക്കെ ഇതിനകത്ത് മുഴുവനുള്ളത്. അപ്പോൾ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യു ബെറ്റർ ഗോ ബാക്ക് ആൻഡ് ബാക്ക് ആൻഡ് ബാക്ക് ആൻഡ് ബാക്ക് ആൻഡ് ബാക്ക്. എവിടെ മുതൽ? Throughout the history of the Jewish people, you should search and then find out, decipher what this means, what this means, what this means. അപ്പൊ നമുക്ക് എന്താ ഇതെന്ന് അറിയാമോ? നമുക്ക് യിരെമ്യാ പ്രവചനം വരെ പോകണം. അത് കഴിഞ്ഞ് യെഹെസ്കേൽ പ്രവചനത്തിൽ വരണം, പിന്നെ യെശയ്യാ പ്രവചനത്തിൽ വരണം, പിന്നെ ദാനിയേലിനും വരണം. നമുക്ക് യിരെമ്യാവിൽ പോകുന്നുണ്ടേ. നോക്കിക്കോണേ, ഇവർ ബാബിലോണിലോട്ട് പ്രവാസികളായി പോകുന്ന നേരത്ത് യിരെമ്യാവ് എന്നോട് പറഞ്ഞു, പ്രവാചകർ പറയാണ്, യു ഗോ ആൻഡ് ബൈ എ പ്രോപ്പർട്ടി and write down the deed in a scroll, and then you hide it somewhere. Dig some sort of hole and hide it somewhere. You bury it somewhere in the ground. നീ ഒരു ചുരുളില് ഇതിന്റെ ഡോക്യുമെന്റ് എഴുതിയിട്ട്, ഓണർഷിപ്പ് എഴുതിയിട്ട് നീ ഭൂമിക്കടി മണ്ണിനടി കുഴിച്ചിടാൻ പറഞ്ഞു. What does it mean? That means the way in which property transaction used to take place during the time of the people of Israel. ഇസ്രയേലിന്റെ കാലഘട്ടത്തിൽ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ എങ്ങനെ നടന്നിരുന്നത്? ഒരു പ്രോപ്പർട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കിയിട്ട് ഒരാള് വേറൊരാൾക്ക് ആ പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ അല്ലെങ്കിൽ വാങ്ങുമ്പോൾ ആ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് മുഴുവൻ അതിനകത്ത് എഴുതിയിട്ട് പഴയ ഓണറിന്റെയും പുതിയ ഓണറിന്റെയും പേരെഴുതിയിട്ട് അവരത് സൈൻ ചെയ്തിട്ട് അത് ചുരുളാക്കി മാറ്റിയിട്ട് സീൽ ചെയ്ത് വെക്കും. ഫിനിഷ്ഡ്. അപ്പൊ ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് വേറെ ആർക്കും അറിയാൻ കഴിയത്തില്ല. നോബഡി ക്യാൻ നോ. Then the next person who comes to buy this property, അയാൾ എന്തെന്നറിയാം, he sees the property first.
Okay. Then he says, I got money enough to buy it. I have money enough to buy it. What you ask for, I can buy. Okay. You can buy it. Okay. Do one thing. Make the payment first. Put your money where your mouth is. Put your money where your mouth is. അങ്ങനെ ഞാൻ പറഞ്ഞു വിൽസൺകാട് ഒരു ഭാഷ നല്ലവണ്ണം മനസ്സിലായി. വലിയ ഭാഷയായി. നമ്മൾ ചർച്ച് ബിൽഡിംഗ് മേടിക്കുന്നതിന് വേണ്ടി പിരിവെടുക്കുമ്പം $1000, $2000, $500 പറഞ്ഞ് ഒരുപാട് പുള്ളിക്കാരന്മാരുണ്ട്. പിന്നെ അവരെ കണ്ടിട്ടില്ല. ആ കളക്ഷൻ എടുക്കാൻ നേരം തന്നവരുണ്ടായിരുന്നു. പിന്നെ അവർ പട്ടിൽ വന്നിട്ടില്ല. അന്വേഷിച്ച് പോയപ്പോൾ ഞാൻ പിന്നെ അതിൽ പോയി അവനെ കണ്ടില്ല. അവൻ്റെ ഇടം അവിടെ കാണാനില്ല. അങ്ങനത്തെ ഓഫറല്ല. പുട്ട് യുവർ മണി വേർ യുവർ മൗത്ത് ഈസ് എന്ന് പറഞ്ഞാൽ പൈസ തരാമെന്ന് പറഞ്ഞാൽ പൈസ തരണം. അപ്പോ പുതിയ ഓണർ വരുമ്പോൾ എന്താ ചെയ്യുന്ന അറിയാമോ? ഫസ്റ്റ് ഹി മേക്സ് എ പേയ്മെന്റ്. ആ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ഹി ഈസ് capable enough, he is authorized, and he has the capacity, and he has the permission. For what? ഈ സ്ക്രോൾ മേടിച്ച പഴയ ഉടമസ്ഥൻ അതിൽ എഴുതി വച്ചിരുന്ന സീല് മുഴുവൻ പൊട്ടിച്ചിട്ട എന്തോ ചെയ്യും? പഴയ ഉടമസ്ഥന്റെ പേര് മായ്ച്ചു കളഞ്ഞിട്ട് എന്തുകൊണ്ട് ഇങ്ക് കൊണ്ട് മായിച്ച് കളഞ്ഞിട്ട് പുതിയ ഉടമസ്ഥന്റെ പേര് അവിടെ എഴുതും. That means property transaction has taken place. That is the Jewish customs. പ്രോപ്പർട്ടിയുടെ പ്രമാണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ചുരുള് കാണുന്നു, സ്ക്രോൾ. വാട്ട് ഈസ് ദി സ്ക്രോൾ? ദി സ്ക്രോൾ ഈസ് ദ ടൈറ്റിൽ ഡീഡ് ഓഫ് ദി എർത്ത്. This scroll is the title deed of the earth. Title deed of the earth. ഇത് നോക്കണേ. ഈ ആകാശവും ഭൂമി സൃഷ്ടിച്ച ശേഷം ഈ ഭൂമിയെ ദൈവം മനുഷ്യന് കൊടുക്കുമ്പോൾ സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെയോ താൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. മനുഷ്യർ കൊടുക്കുമ്പോൾ ആ ഡീഡ് ആദാമ്യവർഗത്തിന്റെ മേൽ ഭൂമിയുടെ ഡീഡ് എഴുതി സ്വർഗത്തിൽ വെച്ചിരിക്കുക. എന്നിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് now you go and fill the whole earth because it's your earth. അല്ലെ? സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയോ താൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. താൻ കൊടുത്ത ഭൂമി മുഴുവൻ പോയി നിറഞ്ഞോളാൻ പറഞ്ഞു ധൈര്യമായിട്ട്. ഇവിടെയാണ് when Adam and Eve committed sin, they fell short. ഒരുപാട് കാര്യങ്ങളിലാണ് അവർ വീണുപോയത്. അനേക കാര്യങ്ങളിൽ. ഒന്ന്, they lost the ownership of the earth. What is the evidence for that? ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ബൈബിളിൽ നിന്നും ഹിസ്റ്ററിയിൽ നിന്നും ജിയോഗ്രഫിയിൽ നിന്നും പ്രൊഫസി റൈറ്റിംഗ്സും തെളിവ് തരേണ്ടതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, they lost it. Then who got it? Devil got it. What is evidence? സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. എന്താ ദുഷ്ടനെ വിളിച്ചത്? ഈ അന്ധകാരത്തിന്റെ ലോകാധിപതി അല്ലേ? ഇരുട്ടിന്റെ ആത്മാവ്. എങ്ങനെയാ പുള്ളിക്ക് ടൈറ്റിൽ കിട്ടിയത്? കാര്യം ഇതിന്റെ ഓണറിൽ നിന്ന് അവൻ ഉപായ രൂപേണ ഇത് പിടിച്ചു വരച്ചപ്പോ. ഓക്കെ, and now this has to be taken back. ഇത് ടേക്കൻ ബാക്ക് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യണം? എങ്ങനെയാണ് ഈ ഒറിജിനൽ ഓണർക്ക് നഷ്ടപ്പെട്ടത്? എവിടെ നഷ്ടപ്പെട്ടത്? അവിടെ പോയി അതിന്റെ പ്രൈസ് പേ ചെയ്യണം. എന്താണ് ഒറിജിനൽ ഓണർക്ക് നഷ്ടപ്പെട്ടത്? റീസൺ എന്തായിരുന്നു? പാപം. So what should be paid for so that the earth could be claimed back? ഭൂമിയെ തിരിച്ച് ക്ലെയിം ചെയ്യണമെങ്കിൽ പ്രൈസ് എന്താണ്? പാപത്തിന്റെ ശമ്പളം മരണം. പാപത്തിന്റെ ശമ്പളം മരണമെന്ന വിധി ഏദൻ പർദീസയിൽ എഴുതി വെച്ചു. ഇനി എന്താ സംഭവിച്ചെന്നറിയാമോ? പാപത്തിന്റെ ശമ്പളമായി മരണമെന്ന ആ വിധി
Thousands of years later, it was torn off. ആ വിധി തിരുത്തിയിട്ട് പാപം ചെയ്യുന്ന ദേഹി ഇനി മരിക്കണ്ട എന്ന് വേറൊരു വിധി വന്നു. നമ്മൾക്ക് അതിനെ എന്താ പറയുന്നത് അറിയാമോ? ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദി കാൽവറി ഡീഡ്. കാൽവറി ഡീഡ്. കാൽവറിയുടെ പുതിയ ഡീഡ് എഴുതി. ആ ഡീഡ് അനുസരിച്ച് എന്ത് ചെയ്യാൻ മതി? മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണം. ക്രൂശിൽ ഉയർന്ന മനുഷ്യപുത്രന്മേൽ നോക്കിയാൽ യു ഡോണ്ട് ഹാവ് ടു ഡൈ. ഇനിയും വാട്ട് ഹാപ്പൻ ടു ഹിസ് ഡെത്ത്? തന്റെ രക്തം കൊണ്ട് രക്തം മറുവിലയായി കൊടുത്ത് വിലയ്ക്ക് വാങ്ങുകയാണ്. മേ ഹോപ്പ് ദാറ്റ് യു ആർ ഫോളോയിങ് മീ. പാസ്റ്റർ, നമ്മുടെ ടൈം കഴിഞ്ഞോ? പാസ്റ്റർ പറഞ്ഞ ടൈം കഴിഞ്ഞെന്നാ? ഇല്ല, മുന്നോട്ട് പോട്ട് പാസ്റ്റേ. മുന്നോട്ട് തന്നെ പോകാം, ധൈര്യമായിട്ട് മുന്നോട്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കോണേ. കാൽവരിൽ യേശു ക്രിസ്തു തന്റെ ചോര മറുവിലയായി കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ പോവാ. വിലയ്ക്ക് വാങ്ങുന്ന ഒന്നാമത്തെ കാര്യം, എൻറ്റയർ വേൾഡിനെ വിലയ്ക്ക് വാങ്ങി. മനുഷ്യനെ വിലയ്ക്ക് വാങ്ങി. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമായ രക്തം ചിന്തിയിട്ട് ആ രക്തം കൊണ്ട് എവിടെ പോയി? ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും രക്തമല്ല, സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് വലിപ്പവും തികവും ഉള്ള വേറൊരു കൂടാരത്തിൽ ആകാശത്തിൽ കൂടെ കടന്നുപോയി അവിടെ ചെന്ന് ദൈവത്തിന്റെ കോടതിയിൽ തന്റെ രക്തം കൊടുക്കുക. എന്തിൻ്റെയൊക്കെ വിലയായിട്ട്? ഒന്ന്, മനുഷ്യന്റെ ജീവന്റെ മറുവില. രണ്ട്, ഈ ഭൂമിയുടെ വിലയാ, പാപത്തിന്റെ ശമ്പളമാ. അതവിടെ അടച്ചു തീർത്തപ്പം now he got the right for what? He got the right for what? To claim what he obtained. താൻ വിലയ്ക്ക് വാങ്ങിയതിനെ ക്ലെയിം ചെയ്യുന്നതിനുള്ള റൈറ്റായി. അപ്പൊ താൻ വിലയ്ക്ക് വാങ്ങുന്നതിനെ ക്ലെയിം ചെയ്ത് നിങ്ങൾ ഓർത്തോണം. താൻ വിലയ്ക്ക് വാങ്ങി എന്താണ്? മനുഷ്യരാശിയെ വിലയ്ക്ക് വാങ്ങി. ഒന്നാമത്തെ കാര്യം, താൻ വിലയ്ക്ക് വാങ്ങി മനുഷ്യരാശിയെ മുഴുവനും, ആ രക്തത്തിൽ വിശ്വസിച്ച മുഴുവൻ പേരെയും, മരിച്ചുപോയവരെയും ജീവനോടെ ശേഷിക്കുന്നവരെയും ഇവിടേക്ക് കയറി വരുവീൻ എന്ന കാഹളത്തിൽ കൂടെ വിളിച്ച് സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ ചേർത്തു. ഇവന്റെ മറന്നു പോകരുത്. ഇവിടെ കയറി വരുവനെന്ന് കാഹളനാഥത്തുള്ള ശബ്ദത്തോടുകൂടി വിളിച്ച് ദൈവസന്നിധിയിൽ ചേർത്തു. And the second thing, now he has to reclaim the earth, the ownership price of which he has already paid. ഇനിയും താൻ വിലയ്ക്ക് വാങ്ങിയ തന്റെ ഭൂമിയുടെ ഓണർഷിപ്പ് തനിക്ക് തിരിച്ചു വേണം. അതിന് തനിക്ക് ക്ലെയിം ചെയ്തെടുക്കണം അല്ലേ? അതിനെ ക്ലെയിം ചെയ്തെടുക്കാൻ വരുന്നുണ്ടേ ഒരു പ്രോബ്ലം കേട്ടോ. നമുക്ക് നമ്മുടെ അനുസാറിനെ കൂടെ പറയുന്നുണ്ട്. അനുസാറിന് ദേഷ്യമുണ്ടോ? ഇച്ചിരി ദേഷ്യം കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ നമ്മുടെ അനുസാർ ദീർഘവർഷങ്ങൾ എൻ്റെ ഫ്രണ്ടാണ്. പഴയ ഫ്രണ്ടല്ല, ഇപ്പോഴും ഫ്രണ്ടാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയുകയായിരുന്നു. പിന്നെ എനിക്കിവിടെ എന്തെങ്കിലും പറയാൻ കഴിയും. നമ്മുടെ ജോർജ് പാസ്റ്റർ ഉണ്ട്. നമുക്ക് ജോർജ് പാസ്റ്റർ എടുക്കാം. ജോർജ് പാസ്റ്റർ റാന്നിക്കാരനാണ്. പുള്ളിക്ക് അവിടെ 5-10 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ ഉള്ള ഒരു പാവം മനുഷ്യനാണ്. പിന്നെ 8-10 മുറിയുള്ള ഒരു ചെറിയ വീടുമുണ്ട്. അത്രയേ ഉള്ളൂ. അത് അടുത്തുള്ള ഒരാൾ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ പോയി അവിടെ ജോലിയായിരുന്നു. ഭയങ്കര പണിയൊക്കെ ആയിരുന്നു. നോർത്ത് ഇന്ത്യയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് പുള്ളി അവിടുന്ന് റിസൈനൊക്കെ ചെയ്ത് നാട്ടിൽ വന്നപ്പം ആദ്യം നോക്കി വരുന്നറിയാമോ? ഈ നോക്കാൻ ഏൽപ്പിച്ച പുള്ളിയുണ്ടല്ലോ, ഇവൻ വില്ലേജ് ഓഫീസർക്ക് കൈക്കൂലി കൊടുത്തിട്ടേ ഈ വസ്തു തിരിച്ചയച്ചെന്ന് ആരുടെ പേരില്? ആ തമിഴന്റെ പേരില്. കിട്ടിയോ? അത് മാത്രമല്ല ഇവൻ ചെയ്ത അടുത്ത പരിപാടി കേട്ടോ. ഇവൻ
അതിനകത്ത് മുഴുവൻ കൊച്ചു കൊച്ചു കുടിലുകൾ കെട്ടി കുറെ ഇടത്ത് താമസിപ്പിച്ചിരിക്കുക. കുറെ ബീഹാറികളെയും ബംഗാളികളൊക്കെ താമസിപ്പിച്ചിരിക്കുക, നോർത്ത് കൂലിവേലയ്ക്ക് വന്നവര്. എന്നിട്ട് അവന്മാരെ നിലുത്ത് വെച്ച് വാടക മേടിക്കുക. അവനവിടെ കക്കൂസ്, കുളിമുറി, കോഴിക്കൂട് ഇതെല്ലാം പണിത് കൂട്ടിയിരിക്കുക. അത് നമ്മുടെ ജോഷുവ പാസ്റ്റർ എന്തോ ചെയ്യും? ആദ്യത്തെ കാര്യം വലിയ ഓഫീസ് ചെല്ലും. വലിയ ഓഫീസ് ചെന്നിട്ട് പഴയ പ്രമാണം, തണ്ടപ്രമാണം എടുക്കാൻ പറയും, അല്ലേ? പഴയ പ്രമാണം എടുത്തിട്ട് പറയും, ഇതാ ഇത് എൻ്റെയാ, അപ്പൊ അതുകൊണ്ട് തിരിച്ച് എൻ്റെ പേരിൽ എഴുതണം. അപ്പൊ സാറേ, പ്രമാണം തിരിച്ചെഴുതുന്നതിന് അവന് കോസ്റ്റ് ഉണ്ട്. ആയിക്കോ, നിങ്ങൾ പറഞ്ഞ കോസ്റ്റ് എന്താണെന്ന് ആദ്യം ഇൻവെസ്റ്റിഗേഷൻ വെച്ചു നടത്തി. അവർ പറഞ്ഞു, സാർ 1,000 ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പ്രോപ്പർട്ടി ഇപ്പം തിരിച്ചെഴുതാൻ പറ്റത്തുള്ളൂ. അവൻ ജോഷുവ പാസ്റ്റർ എന്ത്, ആദ്യം പൈസ ഇഷ്ടം പോലെ ഇരിക്കല്ലോ, ഒന്നും ഇതുവരെ തീർന്നില്ലല്ലോ കേട്ടോ. ആദ്യം അത്രയും കാശ് കൊടുത്ത് പ്രമാണം തിരിച്ചെഴുതി. ഇനി പ്രമാണം തിരിച്ചെഴുതിട്ട് ഇദ്ദേഹം വന്നിട്ട് ആ ബംഗാളി അവിടെ കിടന്നോട്ട്, ബാംഗ്ലൂർ അവിടെ കിടന്നോട്ട്, ബീഹാർ അവിടെ കിടന്നോട്ട്, ഇനിയിപ്പുറത്ത് ഞാനും ഒരു കുടിൽ വെച്ച് കിടന്നോളാം എന്ന് പറയുമോ പാസ്റ്ററെ? എവിടുന്നിട്ട്? റാന്നിയിൽ നല്ല കൈക്കരുത്തുള്ള ആണുങ്ങളുണ്ട്. വിളിച്ചിടെ അങ്ങോട്ട് ചെന്നിട്ട് ഒരു കോണിൽ നിന്ന് അങ്ങോട്ട് അടി തുടങ്ങണം. അടി തുടങ്ങിയാൽ ഇത് മുഴുവൻ, ഈ കിടക്കുന്ന മുഴുവൻ ഇടത്തിനെ അടിച്ച് പുറത്താക്കണം. അടിച്ച് പുറത്താക്കിയാലും പറ്റത്തില്ല. അവന്റെ കക്കൂസും, അവന്റെ കോഴിക്കൂടും, അവന്റെ കുളിമുറി, അവന്റെ കുടിലും എന്ന് വേണ്ട, അവനിവിടെ പണിത് കൂട്ടിയ മുഴുവൻ സാധനങ്ങളും, അവന്റെ സ്ഥാവര ജംഗമ വസ്തുക്കളും മുഴുവനും ഇവിടെ നശിപ്പിക്കണം. നശിപ്പിച്ചു കഴിഞ്ഞ് എന്ത് വേണം? ഇതിനെ പുതുക്കിയെടുക്കണം. നല്ല വൃത്തിയാക്കി മതിലൊക്കെ കെട്ടിയിട്ട് വേണം. പിന്നെ മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ കേട്ടോ, അവരെയൊക്കെ അവിടുന്ന് വിളിച്ച് വീടൊക്കെ വൃത്തിയാക്കിയിട്ട് അവർക്ക് ഹോളിഡേസ് അവിടെ താമസിക്കാൻ. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലെങ്കിൽ ജോഷുവ ഭാഷക്ക് മനസ്സിലായി. ബാബു സാർ പറഞ്ഞു മുഴുവൻ ശരിയാന്നുള്ള കാര്യം കേട്ടോ. പുള്ളിക്ക് പിന്നെ ആകെ സംബന്ധിച്ച് ഇത്രയും പൈസ പുള്ളിയുടെ ഉണ്ടെന്ന് ഞാനെങ്ങനെ അറിഞ്ഞെന്നാണ്. അത് ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. ചുമ്മാ പറഞ്ഞു ചിലപ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ സത്യമായിട്ടൊക്കെ വരുന്നില്ല പാസ്റ്ററെ. അപ്പൊ നോക്കണേ, സ്വർഗസ്ഥനായ ദൈവത്തിന്റെ പദ്ധതിക്ക് വിരുദ്ധമായി ഈ ഭൂമി മുഴുവൻ പണികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും വലിയ പണി എവിടെന്നറിയാമോ? കോടിക്കണക്കിന് ആളുകൾ ഒരു വർഷം ഒരു കറുത്ത കല്ലിന്റെ മുമ്പിൽ ചുറ്റും തൂറ്റി നടന്ന് ഞാനാണ് ദൈവം, ദൈവം വരികണമെന്ന് പറഞ്ഞ് ആർത്ത് വിളിച്ച് ആരാധിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് ആളുകളെ വശീകരിക്കുന്ന ഒരു സ്ട്രക്ചറും ഒരു കറുത്ത കല്ലും ഉറത്തിയിട്ടിരിക്കുകയാണ്. അവിടെ തുടങ്ങും അടി ഒന്നാമത്. മനസ്സിലായോ? അത് കഴിഞ്ഞ് ഇതാ പല പല രൂപത്തിൽ നാക്ക് നീട്ടിയതും നാക്ക് നീട്ടാത്തതും, ചൂലം കുത്തിക്കയറ്റതും കുത്തിക്കയറ്റാത്തതും, തുണി ഉടുത്തതും ഉടുക്കാത്തതുമായ ഒരുപാട് സംഗതികളൊക്കെ ഉണ്ട്. ഈ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുകയെന്ന്. മുമ്പ് ഇതൊക്കെ ഇന്ത്യയിലേ ഉള്ളായിരുന്നു. ഇപ്പം ഇംഗ്ലണ്ടിലും അമേരിക്കയിലും കാനഡയിലും പിന്നെ ജർമ്മനിയിലും ഒക്കെ ഇതുകൊണ്ട് നിറഞ്ഞിരിക്കുക. മനസ്സിലായി? ഒരു കാലത്ത് സത്യ ആരാധന നിലനിന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പം ഞങ്ങളാ ദൈവം എന്നും പറഞ്ഞ്, ദേവിയാ ദേവനാ കോമനാ ഗീവനാന്നും പറഞ്ഞ് ഒരുപാട് പണിത് കൂട്ടിയിരിക്കുക. പിന്നെ ദൈവത്തിന് വിരോധമായ രീതിയിൽ ആളുകളെ മത്തരാക്കുന്നതിനുള്ള മദ്യശാലകളും മധുരാക്ഷിശാലകളും അടക്കമുള്ള സകല പണികൾ കൊണ്ട് ലോകം മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞു. ഇനിയും ലോകത്തിന്റെ ഏറ്റവും വലിയ ട്രെൻഡ് എന്ന് പറയുന്നത് ഫൈനാൻസ് ആണ്, അല്ലേ? ഫൈനാൻസ്. ഈ ഫൈനാൻസ് എന്ന് പറയുന്നത് ആരാ നിയന്ത്രിക്കുന്നത്? ഈ സ്റ്റോക്സ് ആൻഡ് ഷെയർസ് ആണ്. സ്റ്റോക്സ് ആൻഡ് ഷെയർസ്. ഈ സ്റ്റോക്സ് ആൻഡ് ഷെയർസിന് സെന്റർ ഉണ്ടല്ലോ, അതിന് മുമ്പിൽ വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ലിഖിതങ്ങളല്ല, ഒരു വലിയ കാളക്കൂട്ടിന് സ്വർണം കൊണ്ടുള്ള കാള വെച്ചിരിക്കുക. സ്വർണക്കാള. ദൈവത്തിന് വിരോധമായുള്ള പണികൾ കൊണ്ട്
ഈ ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു കോണിയിൽ നിന്ന് അങ്ങോട്ട് പൊളിക്കാൻ തുടങ്ങണം. മനസ്സിലായോ? ഒരു കോണിയിൽ നിന്ന് അങ്ങോട്ട് പൊളിച്ച് 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 ഇത് മുഴുവൻ അടുക്കി തീർന്ന് അബ്സല്യൂട്ട്ലി കംപ്ലീറ്റ്ലി ഫിനിഷ് ആകണം. എന്തിനു വേണ്ടി? സ്വർഗസ്ഥനായ ദൈവവും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും തൻ്റെ മണവാട്ടിയായ തിരുസഭയും തൻ്റെ ഏൻഷ്യൻ പീപ്പിളായ യഹൂദന്മാരും ദൂതസംഘങ്ങളും തന്നെ അനുസരിക്കുന്ന, തനിക്ക് കീഴ്പ്പെടുന്ന ഒരു കൂട്ടം ജാതികളും കൂടെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിന് അതിൻ്റെ പ്രലോഗമായിട്ട്, അതിൻ്റെ മുന്നോടിയായിട്ട് ഭൂമിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് ഭൂമിയുടെ ന്യായവിധി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര നേരം പറഞ്ഞപ്പം ഞാൻ ഭൂമിയുടെ ന്യായവിധി എന്ന വിഷയത്തിന്റെ ഇൻട്രഡക്ഷൻ മാത്രമേ പറഞ്ഞു വെച്ചുള്ളൂ. അതുകൊണ്ട് ഭൂമിയുടെ ന്യായവിധി തീർന്നെന്നോ ആ ക്ലാസ് എടുത്തെന്നോ നിങ്ങൾ ആരും എന്നെ പറ്റി തെറ്റിദ്ധരിക്കരുത്. ഞാനങ്ങോട്ട് കയറിയിട്ടില്ല, തൊട്ടിട്ടുമില്ല, അതിൻ്റെ ഒരു പരിധി വരെ പോലും വന്നിട്ടുമില്ല. പക്ഷെ അപ്പോഴേക്ക് എന്തോ പറ്റി പാസ്റ്ററെ? നമ്മുടെ സമയം തീർന്നു. ഇനി നിങ്ങൾ അഥവാ അബദ്ധത്തിൽ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം കൂടെ ഞാൻ പറയണ്ടായോ? അതുകൊണ്ട് നിങ്ങൾ അഥവാ വരാനിടയായാൽ, ഇൻ കേസ് യു ഹാപ്പൻ ടു കം ബാക്ക്, ഞാൻ അതിൻ്റെ ഓരോ സ്റ്റേജസും ഓരോ സ്റ്റേജസ് നടക്കുന്ന ന്യായവിധികൾ ഓരോന്നോരോന്ന് പറയും. ബട്ട് ദ ഫസ്റ്റ് തിങ് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം മുതൽ 19-ാം അധ്യായം വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല. ഒന്ന് എന്ന് പറഞ്ഞാൽ കുഞ്ഞാട് ഒരു മുദ്രയും പൊട്ടിച്ചില്ല. എപ്പോഴേ മുദ്ര പൊട്ടിക്കത്തുള്ളൂ? മുദ്ര പൊട്ടിക്കണമെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ ചെല്ലണം. നമ്മൾ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ഭൂമിയുടെ ന്യായവിധി നടക്കത്തില്ല. എന്തുകൊണ്ട് ഭൂമിയുടെ ന്യായവിധി നടക്കത്തില്ല? നമ്മളുള്ളത് കൊണ്ട്. കാരണം ദൈവം ഭൂമി അങ്ങോട്ട് അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഒരു മനുഷ്യനോ താങ്ങാൻ കഴിയത്തില്ല. അമ്മാതിരി അടിയാ. അത് അടിക്കാൻ നേരത്ത് സഭ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല. എപ്പോഴെന്ന വിഷയം ഞാൻ പറയാൻ പോവാം. സഭ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ പറഞ്ഞിരിക്കുന്നതായ മുദ്രകൾ പൊട്ടിക്കുക, കാഹളങ്ങൾ ഊതുക, ക്രോധകലശങ്ങൾ ചൊരിയുക, ഈ 3 പ്രോസസ് നടക്കത്തില്ല സഭയോടുണ്ട്. സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ 7 മുദ്രകൾ ഓരോന്നോരോന്നായിട്ട് പൊട്ടിക്കും. അതിനുശേഷം 7 കാഹളങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഊതും. അതിനുശേഷം 7 ക്രോധ കലശങ്ങൾ ഓരോന്നോരോന്നായിട്ട് പതിയും. കേട്ടോണേ, സഭ ഭൂമിയിലുള്ളത്തോളം കാലം സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ. അപ്പം ഈ ക്രോണലോജിക്കൽ ഓർഡർ മനസ്സിലായിട്ടില്ലാത്ത ആൾ എന്ത് പറയുന്നറിയാമോ? 3-ാം മുദ്ര പൊട്ടിച്ചു. പുള്ളിവർ 4-ാം മുദ്ര പൊട്ടിക്കുന്നു. മറ്റേ പുള്ളിയെടുത്ത് പറയും, അല്ല 6-ാം മുദ്ര പൊട്ടിക്കാൻ പോവാ. പൊട്ടിച്ച് ചെപ്പിക്കുറ്റിക്ക് ഓരോ പൊട്ടിക്ക് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം തീർന്നു കിട്ടുകയും ചെയ്യും. ഈ പറയുന്ന നമ്മുടെ ചെപ്പിക്കുറ്റിക്ക് ഓരോ പൊട്ടിക്ക് കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് അവരിങ്ങനെ മുദ്രകൾ ഓരോന്ന് പൊട്ടിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളതൊന്നും കേട്ട് വരിയിടാകരുത് കേട്ടല്ലോ. അവരിങ്ങനെ മുദ്ര ഓരോന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഈ മുദ്ര പൊട്ടിക്കുന്ന സ്വർഗത്തിലിരുന്ന് കാണുക. യു ഗോട്ട് ദ പോയിന്റ്? നമ്മൾ സ്വർഗത്തിലിരുന്ന് കാണുകയാണ്. നമ്മൾ ഭൂമിയിലിരുന്ന് അതിൻ്റെ ഈവിൾ കോൺസിക്വൻസസ് ഫേസ് ചെയ്യല്ല. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് ടു അണ്ടർസ്റ്റാൻഡ്. ആസ് ലോങ് ആസ് വി ആർ ഓൺ ദിസ് എർത്ത് ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ മാറ്റപ്പെട്ടതിന് ശേഷമേ സംഭവിക്കത്തുള്ളൂ. അപ്പൊ ഇനി നമുക്ക് കർത്താവ് അനുവദിച്ചാൽ in the unlikely or likely event, I don't know, of you coming back on next Thursday, Friday like this, I will, with the help of the Holy Spirit, try to explain to you how the earth's judgment will be taking place. നമുക്ക് ജഡ്ജ്മെന്റ് എന്നുള്ള വേറെ മാറിയിട്ട് പണിഷ്മെന്റ് എന്നാക്കണം. അടുത്ത നമ്മുടെ ഇത് വരുമ്പം ദ പണിഷ്മെന്റ്, ഭൂമിയുടെ ശിക്ഷാവിധി എന്ന് പറഞ്ഞ് വരത്തുള്ളൂ, ന്യായവിധി എന്ന് പറഞ്ഞ് വരത്തില്ല. ഭൂമിയുടെ ശിക്ഷാവിധി ഭാഗം 2 എന്ന് പറഞ്ഞായിരിക്കും അടുത്ത ടൈറ്റില്.
സോ പ്ലീസ് കം ഫോർവേഡ്. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. ഇനിയും ക്വസ്റ്റ്യൻ പീരീഡിനുള്ള ആ സമയമാണ്. പാസ്റ്ററെ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ പരിശുദ്ധാത്മാവിന്റെ 7 ഫോൾഡ് വേൾഡും പരിശുദ്ധാത്മാവിന്റെ 7 കണ്ണുകൾ, അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരാം. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ. ഇനി പരിശുദ്ധാത്മാവിന്റെ 7 ഫോൾഡ് സ്പിരിറ്റ് എന്താന്ന് പറയാൻ പോവാം. 1, യഹോവയുടെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ ദൈവം എന്താണോ, ദൈവത്തിന്റെ വ്യക്തിത്വം എന്താണോ ആ വ്യക്തിത്വത്തെ പ്രതിഫലിക്കുന്നതാണ് യഹോവയുടെ ആത്മാവ് എന്ന് പറയുന്നത്. ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്ന് വരുന്നു എന്നാണ്. രണ്ടാമത്തത്, അവന്റെ യഹോവയുടെ ആത്മാവ് വസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെ ആത്മാവ്. 2, 3 മനസ്സിലായോ? സ്പിരിറ്റ് ഓഫ് നോളജ് ആൻഡ് സ്പിരിറ്റ് ഓഫ് വിസ്ഡം. ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെ ആത്മാവ്, ഡിസേൺമെന്റ് ആൻഡ് സ്ട്രെങ്ത്. ഇനി 4-ാമത്തത് ആത്മാവ് യഹോവ ഭക്തിയുടെ ആത്മാവ്, ഫിയർ ഓഫ് ഗോഡ്. ഈ 7 കാര്യങ്ങൾക്ക് ഒരുമിച്ച് പറയുന്നതാണ് 7 ഫോൾഡ് സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത്. ഇത് 7 കണ്ണുകളായിട്ട് ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുക, എവ്രിതിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആത്മാവ് എന്ത് പറയുമോ, ഇതേ ആത്മാവാണ് ദൈവത്തിന്റെ സഞ്ചാരപഥം തീരുമാനിക്കുന്നത്. സഞ്ചാരപഥം എന്ന് പറഞ്ഞാൽ ദൈവം നോക്കുക, യൂണിവേഴ്സ് ഉണ്ടല്ലോ, യൂണിവേഴ്സിൽ ഒരു ഗ്രഹത്തിൽ മറ്റൊരു ഗ്രഹത്തിലേക്ക് മൂവ് ചെയ്യുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ ചാരിയറ്റ്സ് ഉണ്ട്, രഥങ്ങൾ. ആ രഥചക്രങ്ങളെ നിയന്ത്രിക്കുന്ന ആത്മാവാണ്. അപ്പൊ എന്ത് പറയുമോ, ആത്മാവ് ഇത് മുഴുവൻ കാണുകയും പിന്നെന്ത് പറയുമോ, രഥചക്രങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുമ്പം ആത്മാവ് ഇച്ഛിക്കുന്നിടത്തേക്ക് അത് മൂവ് ചെയ്യുന്നതാണ്. യഹസ്കേൽ പ്രവചനത്തിൽ ആത്മാവ് ഇച്ഛിക്കുന്നിടത്തേക്ക് അത് മൂവ് ചെയ്യുന്നു. അപ്പൊ ദൈവത്തെ തന്നെ നിയന്ത്രിക്കുന്ന, ദൈവത്തിന്റെ ചലനത്തെ നിയന്ത്രിക്കുന്ന, ഹോൾ വേൾഡിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഗാദർ ചെയ്ത് ദൈവത്തെ ഏൽപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ 7 കണ്ണുകൾ എന്ന് പറയുന്നത്. അതിന്റെ ക്വാളിറ്റിയാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ 7 കാര്യങ്ങൾ. ഓക്കെ, അതാണ് ദൈവത്തിന്റെ 7 ഫോൾഡ് സ്പിരിറ്റ്. ഹലോ, പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ, ഇവിടെ ഭൂമിയെ ന്യായം വിധിക്കുന്നു അതിന്റെ അകൃത്യ ഭാരത്തിനെന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ദൈവത്തെ തള്ളപ്പെട്ട ജനങ്ങളും അതിനകത്ത് ഭാഗമല്ലേ? അതിന്റെ മുഴുവനൊന്നും നമ്മൾ അങ്ങോട്ട് കയറാൻ പോകുന്നല്ലേ ഉള്ളൂ. അപ്പൊ ഭൂമി മാത്രമല്ല, ഭൂമി നമ്മളങ്ങോട്ട് കേറിയില്ലല്ലോ. കേറി കഴിഞ്ഞാണ് നടക്കാൻ പോകുന്നത്. പിന്നല്ലയോ? അപ്പൊ അകൃത്യഭാരം ഭരിക്കുന്ന പറഞ്ഞാൽ മനുഷ്യനാണ് അതിന്റെ എത്തിയിരിക്കുന്നത്. ദൈവത്തെ തള്ളിക്കളഞ്ഞ ദുഷ്ടമനുഷ്യര്. അത് തന്നെയാണല്ലോ. അപ്പൊ അവരെ കർത്താവ് ന്യായം വിധിക്കുന്നത്. എക്സാക്ട്ലി. അപ്പൊ നമ്മളിവിടെ കാണാൻ പാടില്ല വിശുദ്ധ സഭ. നമ്മളിവിടെ ഇരിക്കുന്നത് കൊള്ളാം. ഇവിടെ ഭയങ്കര അടി നടക്കാൻ പോകും. 2 രാജ്യങ്ങൾ നമ്മൾ യുദ്ധം ചെയ്യും. ഇപ്പം തന്നെ നമുക്ക് അറിയാമല്ലോ, പാകിസ്ഥാനെ അടിക്കാൻ തീരുമാനിച്ചു പറഞ്ഞാൽ ആദ്യം ഇന്ത്യൻ സിറ്റിസൻസിനെ മുഴുവൻ തിരിച്ചു കൊണ്ടുവന്നില്ലയോ? അവനെ അവിടെ ഇട്ടുകൊണ്ട് നമ്മൾ പാകിസ്ഥാനിൽ പോയി അടിക്കുമോ? ഇല്ല. കറക്റ്റ്. പക്ഷെ വേറൊരു ചോദ്യം ഇവിടെ, ഈ 7-10 രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞാൽ അതിന്റെ മോഡേൺ ഇപ്പോഴത്തെ രാജ്യത്തിന്റെ പേരുകൾ എന്താണെന്ന് അതിനകത്ത് അറിയാൻ ഒക്കുവോ? പേരുകൾ എന്താണെന്നുള്ള അറിയാൻ പറ്റും. അത് മാപ്പിനകത്ത് കാണുമോ? ഞാൻ ജിയോഗ്രഫിക്കൽ മാപ്പ് കാണിച്ചില്ലയോ? അപ്പം അതേ ജിയോഗ്രഫിക്കൽ മാപ്പ് എടുത്തപ്പം അതിനകത്ത് ഇപ്പൊ അടയാളപ്പെടുത്തിയിട്ടുള്ള പേരുകളെല്ലാം. അത് 10 ഡിഫറെന്റ് കൺട്രികളാണോ അതോ എല്ലാം അതിൽ കുറവാണോ? എന്തോ 10 ഡിഫറെന്റ് കൺട്രികളാണോ അത് അതിൽ കുറവായിരിക്കും അല്ലേ? 10 ഡിഫറെന്റ് കൺട്രീസ് ആണ്. 10 കൺട്രികൾ ഇപ്പോഴുണ്ട്. ഇപ്പോഴും ഞാൻ ലൊക്കേഷൻ കൃത്യമായിട്ട് കാണിച്ചല്ലോ. അത് നോക്കിയാൽ മതി അല്ലേ? യെസ്, 10 പേരുണ്ട്. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. നോ പ്രോബ്ലം. സാറേ, മുദ്ര എന്ന് പറഞ്ഞപ്പോഴേ എന്റെ ഒരു സംശയം, ഈ മുദ്ര ഇടുന്നു പറയുമ്പോ സാറേ, ഈ മുദ്ര അത് എങ്ങനെ സത്യം കഴിയാം? അത് ആ സംഗതി
ഭയങ്കര ചോദ്യമാണല്ലോ. ആര് പറഞ്ഞത് കയറി ചോദിക്കാൻ? എന്റെ ഒരു ചെറിയ ഞാൻ സംശയം. പാസ്റ്റർ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുക, വലിയൊരു ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇത് വലിയ കഷ്ടമായി പോയല്ലോ. ഹലോ, പറഞ്ഞു. ഈ മുദ്ര എന്നൊക്കെ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ ആദ്യം ഉണ്ടാകുന്നതല്ല. അതെ. ഇത് വിശുദ്ധ പള്ളിയിൽ നിന്ന് മുഴുവൻ എടുക്കണം. അതെ. മുദ്ര എന്ന വേർഡ് യഹൂദ ഭാഷയിലെ അവസാനത്തെ അക്ഷരമാണ്. താവു എന്ന് പറയുന്നത് താവു. അവസാനത്തെ അക്ഷരം ഏൻഷ്യൻ ഹ്യൂബറിൽ എഴുതുന്ന കുരിശ് വരയ്ക്കുന്നതാണ്. മുദ്രയിടുക എന്ന് പറഞ്ഞാൽ ഏൻഷ്യൻ ഹ്യൂബറിന്റെ അർത്ഥം കുരിശ് വരയ്ക്കുന്നതാണ്. ഇപ്പൊ പിടികിട്ടിയോ? അപ്പൊ അത്ര ഉള്ള സാറേ അത്. പിന്നെ എത്രയും വേണം? എന്റെ ദൈവം തമ്പുരാനെ, ഞാൻ ഇനി ഇല്ലാത്ത കുറെ കൂടെ ചേർത്ത് പറയണോ? ശരി, താങ്ക് യു സാർ. പക്ഷെ അന്നേരം ഈ 7 മുദ്ര എന്തുവാ, ഏതൊക്കെയായി ഓരോന്നോരോന്നായിട്ട് വരുമ്പോ? അത് ഓരോന്നോരോന്ന് പൊട്ടിക്കാൻ പോലും അപ്പൊ നമ്മൾ കാണുന്നത് വേറെ ഒന്നിച്ച് കണ്ടാൽ മതി. ഓക്കെ, അന്നേരം ഇപ്പൊ പറഞ്ഞ മനസ്സിലാകത്തില്ല. ഓരോന്നോരോന്ന് പൊട്ടിക്കുമ്പോൾ നമുക്ക് അറിയത്തുള്ളൂ ഓക്കെ, ഏതൊക്കെയാന്നുള്ളത്. ഓക്കെ. യെസ്, നമ്മൾ പൊട്ടി തുടങ്ങും. പക്ഷെ ഇന്ന് എന്റെ മുഖവരിയൊക്കെ പറഞ്ഞ് എന്താണെന്നുള്ളൊരു ഐഡിയ തരാതെ മുദ്ര പൊട്ടിക്കാൻ വല്ലവരും പിടി കിട്ടും. അതുകൊണ്ടല്ലേ അതിന്റെ ഒരു പശ്ചാത്തലമൊക്കെ റെഡിയാക്കി വെച്ചത്. നമ്മൾ വടി വെട്ടാൻ പോവുള്ളൂ. നമുക്ക് അടുത്ത ആഴ്ച അടി കൊടുങ്ങാം, കർത്താവ് വരെ താമസിക്കുകയാണെങ്കിൽ. Okay, so I believe almost all our questions for today are. നമ്മുടെ സജി പാസ്റ്റ് എന്തോ ചോദിക്കാൻ ശ്രമിക്കുന്നല്ലോ. ചോദിച്ചോട്ടെ. ആ, ഇസ്രയേലിന് ചുറ്റും കിടക്കുന്ന 10 രാജ്യങ്ങൾ ഇസ്രയേലിനെ ആക്രമിക്കുന്നു. അത് ഹർമഗദോൻ യുദ്ധം വെളിപ്പാട് പറയുന്നു. അതെ 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 അതെ. അപ്പോ ഈ ബാഹ്യശക്തികൾ, അതായത് ഇസ്രയേലിന് പുറത്തുള്ള ബാഹ്യശക്തികൾ, യൂറോപ്യൻ യൂണിയൻ പോലെ റഷ്യ പോലുള്ള രാജ്യങ്ങളുടെ ഒരു സഹായം ഇവർക്ക് ലഭിക്കും. സഹായം ഇവർക്ക് കിട്ടുമോന്നോ? അതെ. അത് 2 രീതിയിലാണ്. അതിനെപ്പറ്റി ബൈബിൾ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാതിരുന്ന ഒരു കാലത്ത് റോഷ് എന്ന് പറഞ്ഞാൽ റഷ്യയാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുക. റോഷ് എന്ന വാക്കിന്റെ അർത്ഥം റഷ്യ എന്നല്ല. റഷ്യക്ക് റോഷ് എന്ന പേര് ഒരു കാലത്തും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇനി ഈ 10 രാജ്യങ്ങൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതേ മതത്തിൽ വിശ്വസിക്കുന്ന ഇതര രാജ്യങ്ങൾ ഇവരെ സഹായിക്കാൻ വരും. സോവിയറ്റ് യൂണിയൻ അതിനകത്തില്ല. സോവിയറ്റ് യൂണിയൻ ഒരു നോൺ ഇസ്ലാമിക് രാജ്യം. അവർക്കൊരിക്കലും ഇതിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയത്തില്ല. ഇതിന്റെ മുമ്പുള്ള ചില ടോക്ക് ഷോയിൽ ഞാൻ ഇസ്രയേൽ രാജ്യം നിലവിൽ വരാൻ കാരണം സോവിയറ്റ് യൂണിയനാണ് UN അസംബ്ലിയിൽ വളരെ ശക്തമായിട്ട് പറഞ്ഞത് ഇസ്രയേൽ എന്ന രാജ്യം നിലവിൽ വന്നേ പറ്റത്തുള്ളൂന്ന്. മനസ്സിലായി? അന്നേരം വോട്ടെടുപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് ബ്രിട്ടൻ, ഒരു സഹായം ചെയ്തതല്ല. അതൊക്കെ ഞാൻ മുമ്പുള്ള ടോക്ക് ഷോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സോവിയറ്റ് യൂണിയൻ ഇങ്ങോട്ട് വരുമെന്നും റഷ്യ എന്ന് വരാൻ പോവാന്നൊക്കെ പറയുന്നവര്, നമുക്ക് അവരെ പറ്റി ഒന്നും പറയാനില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ല, നമ്മൾ അവരെ പറ്റി പരാമർശിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ പറ്റി ഞാനൊരു വിമർശകനാണെന്നും മറ്റുള്ളവരൊക്കെ കുറ്റം പറയുന്നതാണെന്നും എനിക്ക് മാത്രമല്ല അറിയത്തുള്ളൂ എന്നൊക്കെ നിങ്ങൾ കയറി പറഞ്ഞോളേ. എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ പറഞ്ഞില്ല. പക്ഷെ എനിക്ക് അറിയാമെന്നുള്ളത് കർത്താവിൽ എനിക്കുള്ള നിശ്ചയമാണ്, പരിശുദ്ധാത്മാവിൽ എനിക്കുള്ള നിശ്ചയമാണ്. അല്ല, എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. വചനത്തിൽ, ചരിത്രത്തിൽ, ഭൂമിശാസ്ത്രത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ക്ലിയർ ആയിട്ടങ്ങ് പറയും. അത്രേ ഉള്ളൂ. ഓക്കെ, എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കടന്നു വരുന്ന നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ട ആൾക്കാരാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മളെല്ലാവരെയും ഒന്നിച്ച് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ്. താങ്ക് യു. ബൈ.